ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ കൃപയാൽ നമുക്ക് വീണ്ടും ദൈവവചനവുമായി സന്ധിപ്പാൻ ദൈവം നൽകുന്ന അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ നൽകുന്ന എല്ലാ പ്രോത്സാഹനത്തെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെയും അറിയിക്കുകയാണ്. നാം ഇന്ന് ഒരു പുതിയ വിഷയം ആരംഭിക്കുകയാണ്. നമ്മുടെ പാഠ്യപദ്ധതിയുടെ 33-ാമത്തെ വിഷയവും അതോടൊപ്പം തന്നെ 311-ാമത്തെ ക്ലാസ്സുമാണ് ഇന്നത്തേത്. കഴിഞ്ഞ 310 ക്ലാസ്സുകളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് വിവിധ നിലകളിൽ ഇടപെടുവാനിടയായിത്തീർന്നു. അത് പലർക്കും അനുഗ്രഹത്തിനും ക്രമീകരണത്തിനൊക്കെ കാരണമായി തീർന്നു എന്ന് അറിയുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇത്രത്തോളം നമ്മെ സഹായിച്ച ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്കായി ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സർവ്വ മഹത്വവും ഇതിന് അർപ്പിക്കുകയാണ്. 24 വിഷയങ്ങളുള്ളതായ ഒരു പാഠ്യപദ്ധതിയാണ് നമ്മൾ ഇതിൻ്റെ പ്രാരംഭത്തിൽ ചിന്തിക്കുകയും അതിനുള്ളതായ ക്രമീകരണങ്ങൾ നടത്തുകയും ചെയ്തു. എന്നാൽ കൃപയാൽ ഇത് 33-ാമത്തെ വിഷയമെന്ന് പറയുമ്പോൾ അതോർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നാം ഇന്ന് മുതൽ ചില ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിഷയം ദൂതശാസ്ത്രം എന്നുള്ളതാണ്. ഏഞ്ചലോളജി അഥവാ ദൂതശാസ്ത്രം എന്നുള്ളത് ദൈവശാസ്ത്ര പഠനങ്ങളിൽ പ്രാധാന്യം അർഹിക്കുന്നതായ ഒരു പാഠ്യ വിഷയമാണ്. അതേസമയം തന്നെ നമ്മൾ വേണ്ടത്ര ഗൗരവത്തിൽ ആ വിഷയം എടുക്കുന്നില്ല എന്നുള്ളതായ ഒരു പോരായ്മയും നമുക്കില്ലാതില്ല. അതുകൊണ്ട് നാം ഈ സെക്ഷൻ മുതൽ തുടർന്ന് വരുന്ന ചില സെക്ഷനുകളിൽ ഏഞ്ചലോളജി അഥവാ ദൂതശാസ്ത്രം എന്ന വിഷയത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പഠിക്കാൻ പോകുകയാണ്. മൽ ആഖ് എന്നാണ് ദൂതൻ എന്ന പദത്തിൻ്റെ എബ്രായ പദം. ആൻഗലോസ് എന്നാണ് അതിൻ്റെ ഗ്രീക്ക് പദം. പുരാതന പശ്ചിമേഷ്യൻ ദൈവസങ്കല്പങ്ങളിൽ അവരുടെ സങ്കല്പത്തിലുള്ള ബന്ധത്തിൽ വലിയ ദൈവവും ചെറിയ ദൈവങ്ങളും എന്നിലുള്ളതായ ഒരു വേർതിരിവുണ്ടായിരുന്നു. അപ്പോൾ വലിയ ദേവന്മാരെ അവർ സ്വർഗതലങ്ങളിൽ വസിക്കുകയും അവരവിടെ ഭരിക്കുകയും ചെറിയ ദേവന്മാർ അധോലോകങ്ങളിൽ അഥവാ ഭൂമിയുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുകയും ചെയ്യുന്നതായ നിലകളിലായിരുന്ന അവരുടെ കാഴ്ചപ്പാട്, പശ്ചിമേഷ്യക്കാരുടെ കാഴ്ചപ്പാട്. ദൂതസഞ്ചയത്തിൽ സൽപ്രവർത്തികൾ ചെയ്യുന്ന ദൂതന്മാരെ ദൈവദൂതന്മാരായും ദുഷ്പ്രവർത്തികൾ ചെയ്യുന്ന ദൂതന്മാരെ പിശാചിൻ്റെ ദൂതന്മാരുമായും ഒക്കെ ചിത്രീകരിക്കുന്നതായ ഒരു കാഴ്ചപ്പാട് അവരുടെ ഇടയിലുണ്ടായിരുന്നു. നാം ദൈവവചനം പഠിക്കുമ്പോൾ ദൈവദൂതന്മാരെല്ലാവരും തന്നെ ദൈവത്തിൻ്റെ ആജ്ഞാനുവർത്തികളായിരുന്നു എന്ന് കാണാൻ കഴിയുന്നുണ്ട്. നമ്മൾ 103-ാം സങ്കീർത്തനം 20-ാം വാക്യം പഠിക്കുമ്പോൾ അവൻ്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്ന വീരന്മാരായി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ തുടങ്ങുന്നുണ്ട് അല്ലേ. അപ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാർ എന്നുള്ളത് ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നവരായിരുന്നു എന്ന് കാണാൻ കഴിയുന്നു. ഈ ദൂതസഞ്ചയത്തെ ദേവന്മാർ എന്ന നിലകളിൽ ചില സ്ഥലങ്ങളിലൊക്കെ വിവരിച്ചിട്ടുണ്ട്. 132-ാം സങ്കീർത്തനം 1-ാം വാക്യം, 97-ാം സങ്കീർത്തനം 7-ാം വാക്യം, 82-ാം സങ്കീർത്തനം 16-ാം വാക്യമൊക്കെ 82-ാം സങ്കീർത്തനം 1-6 വാക്യം വായിക്കുമ്പോൾ ദേവന്മാർ എന്ന പദത്തിൽ ആ പദത്തെ ഉപയോഗിച്ച് കാണാൻ കഴിയുന്നുണ്ട്. ചില സന്ദർഭങ്ങളിൽ ദൂതഗണത്തെ ദൈവപുത്രന്മാർ എന്നും
വിശേഷിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഉൽപ്പത്തി 6:2-4 പഠിക്കുമ്പോൾ, യോബ് 1:6, 2:1, 38:6 പഠിക്കുമ്പോൾ, അതുപോലെ 29 സങ്കീർത്തനം 1 വാക്യം പഠിക്കുമ്പോഴൊക്കെ ദൈവദൂതന്മാർ, ദൈവപുത്രന്മാർ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ചിലയിടങ്ങളിൽ അവരെ ശക്തിമാന്മാർ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. സങ്കീർത്തനം 78-25 കാണുമ്പോൾ കാണാൻ കഴിയുന്നതാണ്. അതുപോലെ വിശുദ്ധന്മാരെന്ന് യോബിന്റെ പുസ്തകം 5:1 കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ സങ്കീർത്തനം 89:6, സെഖര്യാവ് 14:5, ദാനിയേൽ 4:13, 4:23, 8:13 നമുക്കിനെ വിശുദ്ധന്മാർ എന്ന നിലയിൽ അവരെ കുറിച്ച് കാണാൻ കഴിയുന്നുണ്ട്. സങ്കീർത്തനം 89:7 കാണാൻ കഴിയുന്നു. വിശുദ്ധ ദൂതന്മാർ എന്ന് മത്തായി 25:3 കാണാൻ കഴിയുന്നുണ്ട്. വിശുദ്ധ ദൂതനെന്ന് വെളിപ്പാട് പുസ്തകം 14:10 കാണാൻ കഴിയുന്നുണ്ട്. സ്വർഗത്തിലെ സൈന്യമെന്ന് ഹായകന്മാരെ 1 പുസ്തകം 22 അധ്യായം 19 ഭാഗത്ത് കാണാൻ കഴിയുന്നുണ്ട്. ഉന്നതന്മാരുടെ സൈന്യമെന്ന് യെശയ്യാവ് 24:21 കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ദൂതന്മാരെ കുറിച്ചുള്ളതായ പല നിലകളുള്ള പേരുകൾ നമ്മളെ വായിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. യഹോവയുടെ സൈന്യം യോശുവ 5:14 കാണുന്നത് യഹോവയുടെ സൈന്യം എന്ന് കാണാൻ കഴിയുന്നുണ്ട്. ആത്മാവ് എന്ന് രാജാക്കന്മാർ 1 പുസ്തകം 22:21 കാണാൻ കഴിയുന്നുണ്ട്. ഒരാത്മാവ് എന്നുള്ളത്, ഒരു ആത്മാവ് എന്ന് പറഞ്ഞിട്ട് അവർ ഒരു ദൂതനാണെന്ന് വേദപണ്ഡിതന്മാർ അവകാശപ്പെടുന്നുണ്ട്. അതുപോലെ അവർ അപ്പോസ്തലപ്രവൃത്തി 8:29 ഫിലിപ്പോസിനെ ആത്മാവ് കൊണ്ടുപോയി എന്ന് പറഞ്ഞ ആ ഭാഗത്തും ദൂതൻ വന്നവനെ കൊണ്ടുപോയി എന്നാണ് വേദപണ്ഡിതന്മാർ അവകാശപ്പെടുന്നത്. അവിടെ ഈ 1 രാജാക്കന്മാർ 22-21 ഒരു ആത്മാവ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവല്ല, അത് ദൈവദൂതനാണെന്ന് പറയുന്നതായ വാദിക്കുന്ന ആളുകളുമുണ്ട്. ഓക്കെ, അങ്ങനെയാണ് ആത്മാവ് എന്ന പദം ദൂതന്മാർക്ക് കൊടുത്തിട്ടുണ്ടെന്ന് നമ്മൾ പറയാൻ ആ വാദമുഖത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ്. നമുക്കറിയാം, ഒരു ദൂതൻ്റെ പ്രധാന ദൗത്യം എന്നുള്ളത് ഒരാളുടെ സന്ദേശം അദ്ദേഹത്തിന് വേണ്ടി മറ്റൊരാളോട് അറിയിക്കുക എന്നുള്ളതാണ് ദൂതൻ്റെ പ്രധാന ദൗത്യം. സന്ദേശം കൈമാറിയ നമ്മൾ ലൂക്കോസ് സുവിശേഷം 7:24 പഠിക്കുമ്പോൾ, 1 രാജാക്കന്മാർ 19:2 പഠിക്കുമ്പോൾ ഏലിയാവിനോട് ദൂത് പറയുന്നുണ്ട്. അവനെ ബലപ്പെടുത്താനായിട്ട്. അതുപോലെ ഇസബേൽ തന്നെ ദൂതനെ അയക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. യോനാന്റെ ദൂതന്മാരെന്നാണ് ലൂക്കോസ് 7:24. അപ്പോൾ ഒരാളുടെ സന്ദേശം, ഒരാളുടെ കാര്യങ്ങൾ മറ്റൊരാളെ ധരിപ്പിക്കേണ്ടതിനായിട്ട്, മറ്റുള്ളൊരാളെ അറിയിക്കേണ്ടതിനായിട്ട് ആരാണോ പോകുന്നത് ആ സന്ദേശവാഹകൻ്റെ പേരാണ് ദൂതൻ. അപ്പോൾ ദൈവദൂതന്മാരെ സംബന്ധിച്ചിടത്തോളം ദൈവിക ആലോചനകളെ ഏറ്റെടുത്തുകൊണ്ട് അവർ സ്ഥാനപതികളായി മനുഷ്യരോട് ആലോചനകൾ അറിയിക്കുന്നവരാണ്. ഈ പ്രവാചകന്മാർ അവരെ ദൂതന്മാർ എന്ന് പറയാറുണ്ട്. എന്താ അർത്ഥം? യഹോവയുടെ അരുളപ്പാടുകളെ സ്വീകരിച്ച് മനുഷ്യന് അത് അറിയിക്കുന്ന ആ ദൗത്യത്തിനാണ് അങ്ങനെ പറയുന്നത്. ഇനി പ്രവാചകനെ ഹഗായി 1:13 പഠിക്കുമ്പോൾ പ്രവാചകനാണ് ദൈവത്തിൻ്റെ ദൂതൻ എന്ന് പറയുന്നുണ്ട്. അവിടെ മാലാഖി എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ എൻ്റെ ദൂതൻ എന്നാണ്. അപ്പോൾ ദൈവിക ശുശ്രൂഷക്കാരായിട്ട് സൃഷ്ടിക്കപ്പെട്ടവരും ആ നിലകളിൽ സ്ഥാനം വഹിക്കുന്നവരുമാണ് ദൈവദൂതന്മാർ. എന്താണ് ചെയ്തത്? ദൈവത്തിൻ്റെ കാര്യങ്ങളെ നോക്കുന്ന, ദൈവം ഏൽപ്പിക്കുന്ന ദൗത്യങ്ങളെ വിശ്വസ്തയോടെ ചെയ്യേണ്ടതിനായിട്ട് ആക്കി വെച്ച ഒരു സമൂഹമാണ് ദൂതഗണം എന്നുള്ളത്. ഭൂമിയുടെ സൃഷ്ടിപ്പിന് മുമ്പേ അവരുണ്ടായിരുന്നു കാണാൻ കഴിയുന്നുണ്ട്. ദൂതഗണങ്ങൾ ഭൂമിയുടെ സൃഷ്ടിപ്പിന് മുമ്പേ ഉണ്ടായിരുന്നു നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്.
യോബിൻ്റെ പുസ്തകം നമ്മൾ 38 അധ്യായം പഠിക്കുമ്പോൾ 38 4 മുതൽ 7 വരെയൊക്കെ പഠിക്കുമ്പോൾ ഇത് ഭൂമിക്ക് അടിസ്ഥാനം ഇടുമ്പോൾ പ്രഭാതാനക്ഷത്രങ്ങൾ ഒന്നിച്ചു കൂടി ദൈവത്തിനന്മാർ സന്തോഷം കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ സൃഷ്ടിപ്പിന് മുമ്പേ ദൂതന്മാർ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കാം. അവർ ദൈവത്തിൻ്റെ ആജ്ഞാനുവർത്തികൾ നേരത്തെ സൂചിപ്പിച്ച കാര്യമാണ്. 103 സങ്കീർത്തനം 20-21 വചനങ്ങൾ അവർ ദൈവത്തിൻ്റെ ആജ്ഞാനുവർത്തികളായിരുന്നു. മാത്രമല്ല ഈ സർവ്വദൂതന്മാരും ദൈവത്തിൻ്റെ ആരാധക വൃന്ദത്തിൽ ഉൾപ്പെട്ടവരായിരുന്നു. 148 സങ്കീർത്തനം 2 വാക്യം. അപ്പോൾ അവർ ദൈവത്തിൻ്റെ ആരാധക വൃന്ദത്തിൽ ഉൾപ്പെട്ടവരുമായിരുന്നു. അതുപോലെ ദൈവിക ശിക്ഷാവധി ഒരു വ്യക്തിയുടെ മേലോ ഒരു സമൂഹത്തിൻ്റെ മേലോ ഒരു ദേശത്തിൻ്റെ മേലൊക്കെ വരുത്തുമ്പോൾ അത് നടപ്പിലാക്കുവാനായിട്ട് ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന ദൈവിക അധികാരത്തിൽ പുറപ്പെടുന്നതായ ഒരു സമൂഹമായ ദൂതന്മാരെന്ന് നമുക്കറിയാം. അവരെ നമ്മൾ ഉൽപ്പത്തി പുസ്തകം 19 അധ്യായം പഠിക്കുമ്പോൾ 1 മുതൽ 29 പഠിക്കുമ്പോൾ സോദോമിനെയും ഗോമോറയും നശിപ്പിക്കാനായിട്ട് ദൈവം പറഞ്ഞു വിട്ടത് ദൂതന്മാരെയാണ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 78 സങ്കീർത്തനം 49 വാക്യം വായിക്കുമ്പോൾ അനർത്ഥ ദൂതന്മാർ എന്നൊരു പദം അവിടെ പറയുന്നുണ്ട്. അനർത്ഥ ദൂതന്മാർ എന്ന് പറഞ്ഞാൽ ചില സന്ദർഭങ്ങളിൽ ചിലരുടെ ജീവിതത്തിൽ അനർത്ഥങ്ങളെ വിതയ്ക്കുവാൻ, ചില ദേശങ്ങളിലെ വ്യക്തികളിലോ ദൈവകോപത്തിൻ്റെ ഫലമായിട്ട് അനർത്ഥങ്ങളെ വിതയ്ക്കുവാനായിട്ട് അയക്കുന്ന ദൂതന്മാരെ കുറിച്ച് പറഞ്ഞ പദമാണ് അനർത്ഥ ദൂതന്മാർ എന്ന് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ ഉൽപ്പത്തി 32:1 പഠിക്കുമ്പോൾ യാക്കോബിനെ എതിരേറ്റ് ചെല്ലുന്നതായ ഒരു കൂട്ടം ദൂതന്മാരാണ്. അവരെ വന്നത് ദൈവത്തിൻ്റെ സേന എന്നാണ്. അതുകൊണ്ടാണ് മഹനീയം എന്ന പേര് അവിടെ വരുവാനിടയായിത്തീർന്നത്. മഹനീയം, ദൈവത്തിൻ്റെ സേന. യോശുവ 15:13 മുതൽ 15 പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ദൂതൻ അറിയിക്കുന്നവനാണ് ദൂതൻ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ വേദപുസ്തകത്തിൽ നമുക്കറിയാം ഒരുപാട് ദൂതന്മാരെ എണ്ണം പറയുന്നുണ്ട്. 1000 ദൂതന്മാരുണ്ടെന്നാണ് പറയുന്നത്. കൂടാനുകൂടി ദൂതന്മാരുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ എല്ലാവരും പേര് നമുക്ക് വേദപുസ്തകത്തിൽ നമുക്ക് ലഭിക്കുന്നില്ല. വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതായ പ്രധാനപ്പെട്ട ചില പേരുകളുണ്ട്. ഒരു ദൂതൻ്റെ പേരാണ് ഗബ്രിയേൽ എന്നുള്ളത്. ദാനിയേൽ 8:16 9:21 നമുക്ക് കാണാൻ കഴിയുന്നൊരു പേരാണ് ഗബ്രിയേൽ. പിന്നെ ഒരു ദൂതനാണ് മീഖായേൽ. ദാനിയേൽ 10:13 21 12:1 കാണാൻ ആ പേരും കാണാൻ കഴിയുന്നുണ്ട്. മീഖായേൽ, ഗബ്രിയേൽ, മീഖായേൽ ഇവരും കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ സാറാഫുകൾ എന്നൊരു ഗ്രൂപ്പിന് കാണാൻ കഴിയുന്നുണ്ട്. അത് യെശയ്യാപ്രവചനം 6 അധ്യായം 2 വാക്യത്തിലാണ്. പിന്നെ കെരൂബുകൾ എന്നൊരു ഒരു പേര് കാണാൻ കഴിയുന്നുണ്ട്, ഒരു സമൂഹത്തെ കാണാൻ കഴിയുന്നുണ്ട്. അത് എസ്കേൽ 10:1 നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. ഈ യഹോവയുടെ ദൂതൻ ഉൽപ്പത്തി 22:11 കാണാൻ കഴിയുന്നൊരു പദമാണ്. അതുപോലെ പുറപ്പാട് 3:2 ഉൽപ്പത്തി 16:7 യഹോവയുടെ ദൂതൻ അല്ലെങ്കിൽ കർത്താവിൻ്റെ ദൂതൻ, ദൈവദൂതൻ എന്നൊക്കെയുള്ള ചില പദങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ യെശയ്യാപ്രവചനം 63:9 സന്മുഖദൂതൻ എന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഉൽപ്പത്തി 21:17 ദൈവത്തിൻ്റെ ദൂതൻ എന്ന് കാണാൻ കഴിയുന്നുണ്ട്. മലാഖി 3:1 നിയമദൂതൻ എന്ന് കാണാൻ കഴിയുന്നുണ്ട്. 2 ശമൂവേൽ 24:16 യെരൂശലേമിനെ ബാധിച്ച ദൈവദൂതൻ എന്ന് പറയാൻ കാണാൻ കഴിയുന്നുണ്ട്. യെരൂശലേമിനെ ബാധിച്ച ഒരു ന്യായവിധിയിൽ അവരെ ബാധിക്കുന്ന ദൂതൻ, യെരൂശലേമിനെ ബാധിച്ച ദൂതൻ എന്ന് കാണാൻ കഴിയുന്നുണ്ട്. 2 രാജാക്കന്മാർ 19 അധ്യായം 35 വാക്യം പഠിക്കുമ്പോൾ ഒരു ദൂതൻ്റെ ശക്തിയെക്കുറിച്ച് നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഒറ്റ രാത്രി കൊണ്ട് 1,85,000 പേരെ കൊന്നുമുടിച്ച അത്രമ ശക്തിയുള്ള ഒരു ദൈവസൃഷ്ടിയാണ് ഇതിൽ ദൂതൻ എന്നുള്ളത്. അതുപോലെ
ദൈവത്താൽ അയക്കപ്പെടുന്ന ദൂതന്മാർ ചില സന്ദർഭങ്ങളിൽ തൻ്റെ ഭക്തരെ തട്ടി ഉണർത്തുകയും ആഹാരം കൊടുത്ത് ബലപ്പെടുത്തുകയും ശുശ്രൂഷയ്ക്കായി ഉദ്യമിപ്പിക്കുകയും ചെയ്യാറുണ്ട്. രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 6-7 വചനങ്ങൾ പഠിക്കുമ്പോൾ ഈ ഏലിയാവുള്ള ബന്ധത്തിൽ നമുക്ക് ഈ കാര്യം കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ മാനസികമായൊക്കെ ക്ഷീണിച്ചിരിക്കുമ്പോൾ, ശാരീരികമായി ക്ഷീണിച്ചിരിക്കുമ്പോൾ, പ്രതികൂലങ്ങളിലും പ്രതിസന്ധികളിലൊക്കെ അകപ്പെട്ട് നമ്മുടെ പക്കൽ ഏൽപ്പിക്കപ്പെട്ടതായ ദൗത്യം പോലും ചെയ്യുവാൻ വേണ്ടതായ ഒരു ഉത്സാഹമില്ലാതെ, അല്ലെങ്കിൽ അതിനോട് വലിയ മടുപ്പ് തോന്നുന്ന അനുഭവം ജീവിതത്തിലുണ്ടാകുമ്പോൾ ദൈവം നമ്മെ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, കൈവിടുന്നില്ലെന്നുള്ളതാണ്. അവൻ തന്നെ ദൂതന്മാരെ പറഞ്ഞയക്കും, അവിടെ സന്ദേശവുമായിട്ട് ആരെങ്കിലും പറഞ്ഞയക്കും, അവിടെ സന്ദേശം നമ്മുടെ കാതുകളിൽ കേൾപ്പനയായിത്തീരും. നമ്മൾ വിചാരിക്കുന്ന ഈ ചിറകുള്ള തലയിൽ കിരീടം വെച്ച് ചെങ്കൊല വെച്ച് ഓടി വരുന്ന ദൂതന്മാർ മാത്രമല്ലല്ലോ. ദൂതൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഒരാൾക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ സന്ദേശം മറ്റൊരാളെ അറിയിക്കണനായി കടന്നു പോകുന്ന ആ സന്ദേശവാഹന ദൂതൻ അല്ലേ? അങ്ങനെയെങ്കിൽ നാം അങ്ങനെ ക്ഷീണാവസ്ഥയിലൊക്കെ ആയിരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു ദേവദാസൻ്റെ ദൈവനത്തിലൂടെ ശുശ്രൂഷയിലൂടെ ആയിരിക്കാം, ചിലപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഏതെങ്കിലും ഒരു ഇടപെടലിലൂടെ ആയിരിക്കാം നമ്മൾ വീണ്ടും ചാർജ് ചെയ്യുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സന്ദർഭങ്ങളിൽ ഇത്തരത്തിലുള്ള ദൈവിക ഇടപെടൽ അനുഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. ദൈവം ശുശ്രൂഷ ചെയ്യണമെന്നുള്ളതായ ചിന്തയും അതോടൊപ്പം തന്നെ ആവുന്ന ദർശനത്തിന് അനുസൃതമായിട്ട് മുന്നോട്ട് പോകാനുള്ള ചില കാര്യങ്ങളെ ക്രമീകരിച്ചും പ്ലാൻ ചെയ്തൊക്കെ വരുന്ന സമയത്ത് അതിന് വട്ടം ചാടി എതിർപ്പുകൾ പറയുന്ന, തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന, ഉള്ള സ്വസ്ഥതയ്ക്ക് എടുത്ത് കളയുന്ന ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. എന്തിനാണ് ഇനി ഈ പണിക്ക് പോകുന്നതിന് വല്ല കാര്യത്തിൽ റിസ്ക് എടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഈ ആട്ടും തുപ്പും കേട്ട് ഇതിൻ്റെ വല്ല കാര്യം എവിടെയും കുത്തിയിരുന്നാൽ പോലും ചിന്തിച്ചതായ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത്ര റിസ്ക് എടുക്കേണ്ട ആവശ്യം എന്തുവാ? അങ്ങനെയൊക്കെ എവിടെയെങ്കിലും അടുത്ത് മാറിയിരുന്ന് ഇനി ഒന്നും ചെയ്തില്ലെന്നൊക്കെ മാറിയിരിക്കുന്ന സമയത്തായിരിക്കാം ദൈവം തമ്പുരാൻ അവൻ്റെ കരുണ, അവൻ്റെ കൃപ കാണിച്ച് ഒരു ദേവദാസനെ അല്ലെങ്കിൽ ഒരു ദേവദാസിയെ, ഒരു ദൈവവേദലിനെ, അല്ലെങ്കിൽ ദൈവവചനത്തിലൂടെ, അല്ലെങ്കിൽ ഒരു സന്ദേശത്തിലൂടെ, എങ്ങനെയെങ്കിലുമൊക്കെ അല്ലെങ്കിൽ ദർശനത്തിലൂടെയൊക്കെ നമ്മളെ തട്ടി ഉണർത്തി മുന്നോട്ട് പോകാൻ ആവശ്യമായി പിന്നെയും ബലങ്ങൾ തരും. എല്ലാം അവസാനിപ്പിക്കാൻ എന്ന് ചിന്തിച്ചെടുത്തുനിന്ന് പിന്നെയും പുതിയ തുടക്കത്തോടു കൂടി പിന്നെയും മുന്നോട്ട് പോകാനായിട്ട് കർത്താവ് പലപ്പോഴും സഹായിച്ചിട്ടുണ്ട്. ദൈവകൃപകൾക്കായി ദൈവസ്നേഹത്തിന് നന്ദി സ്തുതിക്കുകയാണ്. ഈ ഏലിയാവിൻ്റെ ജീവിതത്തിൽ അത് സംഭവിച്ചത്. ഒരു കാലങ്ങളിൽ വളരെ ശക്തമായിട്ട് കർത്താവിൻ്റെ വില ചെയ്ത ഒരു ദേവദാസനാണ്, ശക്തമായി കർത്താവിൻ്റെ നിലകൊണ്ട ഒരു ദേവദാസനാണ്. ഇപ്പോൾ തൻ്റെ ജീവിതത്തിൽ ഒരു ചെറിയ വെല്ലുവിളിയും ഭീഷണിയും ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ തൻ്റെ മനസ്സും അടുത്തുപോയി, നിരാശനായി, താൻ ക്ഷീണിതനായി ചൂരച്ചെടിയുടെ ചുവട്ടിൽ കിടന്നുറങ്ങുകയാണ്. ഞാൻ പറഞ്ഞൊന്നും അനുസരിക്കാതെ പോയവൻ കിടന്നുറങ്ങുന്നത് കണ്ടില്ല ചോദിച്ചിട്ട് അങ്ങോട്ട് പോയിട്ട് ചവിട്ട് കൊടുക്കല്ല ചെയ്തത്. നമ്മളെ കണി നമുക്ക് ദേഷ്യമുള്ള ആളുകൾ അല്ലേ, അനുസരണക്കേട് കാണിക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരും, ചിലപ്പോൾ നമ്മളെന്തെങ്കിലുമൊക്കെ പറഞ്ഞു. പക്ഷേ ദൈവം എന്ത് ചെയ്യുന്നറിയാവോ? തന്റെ ദൂതനെ പറഞ്ഞയച്ചു. എന്ത് ചെയ്തു? ഏലിയാവിനെ തട്ടി എഴുന്നേൽപ്പിച്ചു. നമ്മുടെ നാടൻ ഭാഷ നാടൻ ഇറക്കാൻ നീ ഇവിടെ കിടന്ന് ഉറങ്ങണേ, എന്നിട്ട് പോടാ, വേറെ ഒരുപാട് പണികളുള്ളല്ലോ നിനക്ക്, നീ വല്ലതും കഴിച്ചേ അടുത്ത് പൊയ്ക്കേ മുന്നോട്ട്. സംഗമനായ ദൈവം തന്റെ ദൂതനെ പറഞ്ഞയക്കുന്നു. ദൂതൻ്റെ പരിചരണത്താൽ ആദ്യമൊക്കെ അല്പം അലസത കാണിച്ചെങ്കിലും പിന്നീട് അവൻ ശക്തിയായിട്ട് കൊണ്ട് ഒരിടയായിത്തീർന്നു. എൻ്റെ ശ്രോതാക്കളിൽ ആരെങ്കിലും ദൈവം വ്യക്തമായിട്ടൊരു ദർശനം തന്നിട്ടും ദൈവിക ഇടപെടലെല്ലാം അനുഭവിച്ച് ഒരു കാര്യത്തിൽ എന്നെ ഇറങ്ങി തിരിച്ചിട്ട് എൻ്റെ നടുവിലുണ്ടായ പ്രതിസന്ധികളുടെ നടുവിൽ
പ്രതികൂലത്തിന് നടുവിൽ ക്ഷീണിച്ച് മനസ്സ് തളർന്ന് ഇനി എന്നെ കൊണ്ടൊന്നും വയ്യ, ഞാൻ ഇനി ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഭാരപ്പെട്ട് നിരാശപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ നിന്നോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ സമയത്ത് സംസാരിക്കുന്നത് എഴുന്നേൽക്കുക, ശക്തി ധരിക്കുക, മുമ്പോട്ട് പോവുക എന്നുള്ളതാണ്. നിനക്കൊരു ദർശനമുണ്ടോ? നിന്നെ പുറകോട്ട് പിടിച്ചു വലിക്കാനായിട്ട് ഒരുപാട് പേരെ പിശാച് എഴുന്നേൽപ്പിക്കും. അത് നിനക്ക് വളരെ വേണ്ടപ്പെട്ടവരായിരിക്കും, നിന്നെ പ്രോത്സാഹിപ്പിക്കേണ്ടവരായിരിക്കും, നീ ചെയ്ത ശുശ്രൂഷ കൊടുത്തതിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ടവരായിരിക്കും. അങ്ങനെയുള്ള ഒരുപാട് പേരായിരിക്കും. നീ അവരിൽ നിന്നൊക്കെ പ്രതീക്ഷിക്കുന്നത്. എനിക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കും, എന്നെ പ്രോത്സാഹിപ്പിക്കും, എന്നെ സഹായിക്കാൻ നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ. പക്ഷെ അവരായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ഭാര്യയായിട്ട് വരുന്നത്. നമ്മൾ ഇടത്തോട്ട് അനങ്ങാൻ സമ്മതിക്കില്ല, വലത്തോട്ട് അനങ്ങാൻ സമ്മതിക്കില്ല, മുമ്പോട്ട് പോകാൻ സമ്മതിക്കില്ല, പുറകോട്ട് പോകാൻ സമ്മതിക്കില്ല. ഇങ്ങനെ ചവിട്ടി മൂട്ട പോയ പോലെ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ചിന്തിക്കുക ഇന്ന് വേണ്ട, നീ പരിപാടി ഒന്നും വേണ്ട, അത് വെറുതെ മനുഷ്യൻ സ്വരികെട്ടുണ്ടാക്കണ ഇവിടെ ഒതുങ്ങിയിരിക്കാം. അത് നിന്നെ കൂടെ അങ്ങനെ ചിന്തിപ്പിക്കാനുള്ളതായ പിശാചിൻ്റെ തന്ത്രമാണ്. പിശാച് അങ്ങനെയുള്ള ചിലരെ കയ്യിലെടുത്തതിൻ്റെ മുമ്പിലേക്ക് പറഞ്ഞയക്കുന്നത്. നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കിരീടം ഉണ്ടാക്കുന്നവരെ ആരെയും ദൈവം ഈ ദർശനം കൊടുത്തില്ല. ഈ ദർശനം കൊടുത്തത് നിനക്കാ, ഈ ദർശനം തന്നത് നിനക്കാ, അല്ലേ? എന്നെക്കാൾ മിടുക്കന്മാരും മിടുക്കികളും പ്രാർത്ഥനാപരന്മാരും വിശുദ്ധന്മാരും വിശുദ്ധമതികളും സമ്പന്നരും വിദ്യാസമ്പന്നരും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. പക്ഷെ അവർക്ക് ആർക്കും ഈ ശുശ്രൂഷ ഏൽപ്പിച്ചു കൊടുക്കാതെ നിന്റെ മക്കളെ ഏൽപ്പിച്ചത് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാ. അതറിയാവുന്ന പിശാച് നീ അത് പൂർത്തീകരിക്കുന്ന അറിയാം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട, നിന്നെ സഹായിക്കേണ്ട, നിന്നെ പ്രോത്സാഹിപ്പിക്കേണ്ട ആളുകളെ തന്നെ എടുത്തിട്ട് എന്ത് ചെയ്യും? അവൻ്റെ കാര്യങ്ങളിൽ ആയുധമാക്കി മാറ്റും. ആയുധമായി മാറ്റിയിട്ട് നിന്നെ ഒരു മൂലയ്ക്കുള്ളിൽ ഒതുക്കിയിടും. അത്രേ ഉള്ളൂ പിശാചിൻ്റെ ആഗ്രഹമുള്ളൂ. നീ എങ്ങും പോകരുത്, നീ ഒന്നും ചെയ്യരുത്, നീ ആരെയും കാണരുത്. നീ ഒതുങ്ങിക്കയറി ചുരച്ചട ചൂട്ടിൽ കിടന്ന് ഉറങ്ങുമ്പോൾ നിനക്കെതിരെ ശബ്ദമുണ്ടാക്കിയവർ സന്തോഷിക്കുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷം ആർക്ക് ഉണ്ടാവും പറയാം? പിശാചിനുണ്ടാവും. കാരണം എന്താണ്? പിശാചാണ് ഈ പണി ഒപ്പിച്ചു വെച്ചത്. അതുകൊണ്ടാണ് വചനം പറഞ്ഞത്, പിശാചിൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. അവനെങ്ങനെയാണ് വരുന്നത്? സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചു. കേൾക്കുമ്പോൾ നമുക്ക് ഗുണകരമാണെന്ന് തോന്നുന്ന രീതിയിലുള്ള ചില കാര്യങ്ങളെ ഒപ്പിച്ചുകൊണ്ട് പിശാച് വരികയുള്ളൂ. അതുകൊണ്ട് പിശാച് ഒരിക്കലും വാലും കോലും വെച്ചൊന്നും മുന്നിടത്ത് വരാറില്ല. നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകൾ, നമുക്കിട്ട് പ്രാർത്ഥിക്കുന്നു നമ്മൾ കരുതുന്നവർ, നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നു കരുതുന്നവർ, നമുക്ക് ശുശ്രൂഷിക്കാൻ സഹായമാകുമെന്ന് ചിന്തിക്കുന്നവരൊക്കെ കൊണ്ട് ഉള്ളിക്കൂടെ ഏത് സാധനം കയറി വരിക, അല്ലേ? യേശുവിൻ്റെ കൂടെ നടന്ന പത്രോസിനുള്ളിലും പിശാച് കയറിയങ്ങളാണോ പിന്നെ നമ്മുടെ കൂടെ നടക്കുന്ന ആൾക്കാരുടെ കൂടെ പിശാച് കയറാൻ പാട്? യേശു തിരിച്ചറിഞ്ഞു. യേശു തിരിച്ചറിഞ്ഞ് പത്രോസ് എന്ന് പറയുന്നത് പോ സാത്താനെന്ന് പറഞ്ഞു. കാരണം എന്താണ്? കർത്താവ് എന്തിനു വേണ്ടി വന്നുള്ള ഒരു ബോധ്യം കർത്താവിനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ദൗത്യത്തിൽ നിന്നും കർത്താവിനെ പിന്തിരിപ്പിക്കുന്ന നിലകളിൽ പത്രോസ് സംസാരിച്ചപ്പോൾ കർത്താവിന് മനസ്സിലായി ഇപ്പോൾ സംസാരിക്കുന്നത് പത്രോസ് അല്ല, പത്രോസിന്മേൽ വ്യാപരിക്കുന്ന പൈശാചിക വ്യാപാരം മനസ്സിലാക്കിയിട്ട് കർത്താവ് ആ സാത്താന്യ വ്യാപാരത്തെ എന്ത് ചെയ്തു? ശാസിച്ചു എന്നുള്ളതാണ്. ഇത് കർത്താവിൻ്റെ അഭിഷിക്തന്മാരായ ഏതെങ്കിലും നിലയിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നതായ ദൈവമക്കളായ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ ദൗത്യത്തിൽ നിന്ന് നിങ്ങളെ പിന്തിരിപ്പിക്കാനായിട്ട്, നിങ്ങളുടെ ദർശനം നിങ്ങളുടെ ജീവിതത്തിലെ പൂർത്തീകരിക്കാതിരിക്കേണ്ടതിനായിട്ട് ശത്രുവായവൻ ഇത്തരത്തിലുള്ള കെണികൾ ഒരുക്കും. വളരെ സൂക്ഷിക്കുക. നിങ്ങളെ എങ്ങനെയെങ്കിലും ഒരു മൂലയ്ക്ക് ഒതുക്കിയെടുത്ത് മാത്രമേ പിശാചിന് താല്പര്യമുള്ളൂ. അതുകൊണ്ട് അവൻ എന്തും ചെയ്യാന്നുണ്ടായിരിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം എന്താണ്? ഇതാരുടെ തന്ത്രമാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് നമ്മുടെ മക്കളെ ഏൽപ്പിച്ച ശുശ്രൂഷ നിറമുടിയായ നിവൃത്തി എന്ത് വില കൊടുത്തുകൊണ്ട് ചാടി ഇറങ്ങുക എന്നുള്ളതാണ്. പുറകോട്ട് പിടിച്ചു വിളിക്കുന്ന 1000 പേരുണ്ടാവും. പല നിലകളിൽ നമ്മൾ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടി, നമ്മൾ ആ ശുശ്രൂഷ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, ഒരു വ്യാപനം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ശ്രമിക്കും. കാരണം നീ ചെയ്യുന്ന ശുശ്രൂഷയിലൂടെ പലരും വിടുവിക്കപ്പെടും എന്നുള്ളത് നിന്നേക്കാൾ ബോധ്യം പിശാചിനുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ളവരൊക്കെ എഴുന്നേൽപ്പിക്കുന്ന പിശാച്.
അപ്പം അത് കണ്ടോ, യേശുവിനെ അറിയാം. നരകത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടിയാണ് യേശു ഭൂമി വന്നത്. യേശുവിനെ അറിയാമായിരുന്നു അല്ലേ? അതേ ഗൗരവത്തോടെ വിശാഖം കൊണ്ട് പറയുകയാണ്, എങ്ങനെയെങ്കിലും ആ വീണ്ടെടുപ്പിൻ്റെ പദ്ധതിയെ തകർക്കുക എന്നുള്ളതായിരുന്നു പിശാചിൻ്റെ ലക്ഷ്യം. യേശു തമ്പുരാൻ ജനിച്ച സമയം മുതലേ ആ ശ്രമങ്ങൾ നടന്നുകൊണ്ടേയിരുന്നു. എന്നാൽ കർത്താവ് അതിനെ ജയിപ്പാനിടയായിത്തീർന്നു. എൻ്റെ അഭിഷിക്തന്മാരോട്, എൻ്റെ കൂട്ടുപ്രവർത്തകരോട്, എൻ്റെ കൂട്ടുവേലക്കാരോട് ഒരു എളിയ സുവിശേഷൻ എന്ന നിലയിൽ ഞാൻ പറയട്ടെ, നിനക്ക് ദർശനത്തെ പൂർത്തീകരണത്തിലെത്തിക്കാതിരിക്കാൻ വേണ്ടി നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടവരും നിന്നെ പ്രോത്സാഹിപ്പിക്കേണ്ടവരും നിന്നെ സഹായിക്കേണ്ടവരും പോലും മാറി നിന്നുക. അതിനെതിരെ ശബ്ദമുയർത്തുമ്പോൾ, അപവാദങ്ങൾ പറയുമ്പോൾ, അടിച്ചമർത്തുവാൻ ശ്രമിക്കുമ്പോൾ, മനസ്സ് മടുപ്പിക്കുമ്പോൾ, വാക്കുകളാൽ കുത്തി മുറിവേൽപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ മുഖത്തെ മാത്രം നോക്കുക. അവനെ മാത്രം നോക്കി അവൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് അവൻ്റെ ആജ്ഞ അനുസരിച്ചുകൊണ്ട് അന്നൊന്ന് ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ മുന്നോട്ട് പോവുക. നിശ്ചയമായും ഇതിലൂടെ എൻ്റെ പ്രാർത്ഥനയുടെ ഫലമായി, ശുശ്രൂഷയുടെ ഫലമായിട്ട് ഒരു ആത്മീയ കൊയ്ത്ത് ദൈവം ഒരുക്കുന്നുണ്ട്. വല്ല വിധേനയും കത്തുനദിയിൽ നിന്ന് ചില കൊള്ളികളെ കൂടെ വലിച്ചു രക്ഷിപ്പോനായിട്ട് നിന്നെ കഥ കണ്ടിരിക്കുക. തലമുറയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ തലമുറയിൽ, നമ്മുടെ ദേശത്ത്, നമ്മുടെ കുടുംബത്തൊക്കെ നമ്മളെക്കാൾ വിദ്യാസമ്പന്നരുണ്ടായിരുന്നു, നമ്മേക്കാൾ ധനവാന്മാരുണ്ടായിരുന്നു, നമ്മേക്കാൾ വിശുദ്ധന്മാരുണ്ടായിരുന്നു, പ്രാർത്ഥനാ വീരന്മാരുണ്ടായിരുന്നു. അവരിലേക്ക് ആർക്കും ദർശനം കൊടുക്കാതെ ഈ പ്രത്യേക ശുശ്രൂഷ നിന്റെ പക്കൽ ഏൽപ്പിച്ചു എങ്കിൽ ഇതിനെ കുറിച്ചൊരു ഉദ്ദേശമുള്ളതിൻ്റെ പേരില്ല. അതുകൊണ്ട് കർത്താവിൻ്റെ വില വിശ്വസ ജീവനാണ്. നിനക്ക് തന്ന ദർശനം എന്തോ അത് അപ്പുറത്തെ പുള്ളി ചെയ്യുന്ന പോലെ ഇപ്പോഴത്തെ പുള്ളി ചെയ്യുന്ന പോലെയല്ല. നിന്റെ പക്കൽ കർത്താവ് എന്ത് ശുശ്രൂഷയാണ് ഏൽപ്പിച്ചത്, നീ അത് ചെയ്യുക. അത് നിൻ്റെ ശൈലിയിൽ ചെയ്യുക. വലിയ പ്രാസംഗികരുടെ വേഷവിധാനമോ വലിയ പ്രാസംഗികരുടെ ഭാഷാശൈലി ഒന്നും ഉപയോഗിക്കാതെ നിനക്ക് കർത്താവ് എന്ത് കൃപയാണ് തന്നത്, ആ കൃപയ്ക്കനുസരിച്ച് നിൻ്റെ ശൈലിയിൽ അത് ചെയ്യുക. ഏതെങ്കിലും വാക്കുകളാലോ ആരെങ്കിലും പ്രവർത്തികളാലോ ഒക്കെ ക്ഷീണിച്ച് മടുത്തിരിക്കുകയാണെങ്കിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ പൊടിയെല്ലാം കൊട്ടിക്കുടഞ്ഞ് എഴുന്നേൽക്കാനും നിനക്കൊരു ദൂരയാത്ര ചെയ്യാൻ ഇനിയുമുണ്ട്. ഇത് ശുശ്രൂഷ അവസാനിച്ചിട്ടില്ല, കർത്താവിൻ്റെ ശുശ്രൂഷ തികച്ചിട്ടുമില്ല. അതുകൊണ്ട് നിനക്ക് ഇത് ദൂരയാത്ര പോകാനുണ്ട്. ആരെങ്കിലും കിടക്കണം എന്തെങ്കിലും പറയട്ടേന്നേ, ആരോടെ എന്തെങ്കിലും ചെയ്യട്ടേന്നേ, അതൊന്നും ഈ കാര്യമാക്കണ്ട. കൂടെ കർത്താവില്ലേ? കർത്താവ് പറഞ്ഞില്ലേ, കാലാവസ്ഥാനത്തോളം ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട് അല്ലേ? എല്ലാ ദിവസവും ഓർമ്മിപ്പിച്ചുണർത്തുന്ന ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും. പിന്നെ എന്തിനാ നീ മനുഷ്യൻ്റെ വാക്കെടുത്ത് നിരാശപ്പെടണേ? മനുഷ്യന് കൂടെ വന്ന് എന്ത് ചെയ്യാൻ കഴിയും നമ്മളെ? അതുകൊണ്ട് ദൈവം ശുശ്രൂഷ നിറവിടെ നിവർത്തിക്കുക. ഒരു പക്ഷേ ഈ സന്ദേശം ഒരു ദൂതനായി നിനക്ക് വെളിപ്പെടുകയായിരിക്കാം. ഈ സന്ദേശത്തോടെ ദൂതൻ്റെ ശുശ്രൂഷ ചെയ്തെടുക്കുകയായിരിക്കും. അത് ദൂതൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവിക അരുളപ്പാടുകളെ, ദൈവിക സന്ദേശത്തിനെ ബലപ്പെടുത്തുവാൻ വേണ്ടി ഈ സന്ദേശം തരുമ്പോൾ നമ്മൾ ദൂതശാസ്ത്രമാണ് പഠിക്കുന്നത്. ഇതാ ഇവിടെ ഒരു ദൂതൻ്റെ ശുശ്രൂഷ വെളിപ്പെടുകയാണ്. ഒരു പക്ഷേ നിന്നെ ഈ സന്ദേശം അറിയിക്കാനായിട്ട് ദൈവം ഉപയോഗിച്ചത് ഞാൻ എന്ന ദൂതനെ ആയിരിക്കാം, എന്നെ ആയിരിക്കാം ദൂതനായി കർത്താവ് ഉപയോഗിച്ചത്. ഞാൻ സന്തോഷിക്കുന്നു. ഈ സന്ദേശം നിനക്ക് ഏതെങ്കിലും നിലകളിൽ ഒരു അനുഗ്രഹത്തിനോ ഒരു ക്രമീകരണത്തിനോ ഒരു പുനർവിചിന്തനത്തിനോ കാരണമായി തീർന്നെങ്കിൽ ദയവായി ഞങ്ങളെ വിളിക്കുക. നിങ്ങളെ പ്രാർത്ഥന വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾ നിശ്ചയമായി പ്രാർത്ഥിക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞ കാലങ്ങളിൽ ഏതെങ്കിലും നിലകളിൽ മാനസികമായ ക്ഷീണാവസ്ഥയിലായിരുന്നു, ശാരീരികമായ ക്ഷീണാവസ്ഥയിലായിരുന്നു. എന്നാൽ കർത്താവെ, ഞാൻ ഇന്ന ദർശനത്തിന് അനുസരണക്കേട് കാണിക്കുകയില്ല. അതിനെക്കുറിച്ച് ആരെന്തെല്ലാം പറഞ്ഞാലും എനിക്കെതിരെ ആരെന്തെല്ലാം പ്രവർത്തിച്ചാലും നീ എൻ്റെ മക്കളെ ഏൽപ്പിച്ചതായ ശുശ്രൂഷ അത് തയ്ക്കും.
അതിനുവേണ്ടി ഞാൻ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ മനസ്സ് ഒരുക്കമുള്ളവർ, ദൈവാത്മാവിൻ്റെ ഇടപെടൽ അനുഭവിച്ചറിഞ്ഞവരെ നമുക്ക് ചേർന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ തന്ന സെക്ഷനായി സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ സംസാരിപ്പാനിടയായി തീർന്നല്ലോ കർത്താവേ. അവിടെ നിന്ന് കൃപയിൽ ചില കാര്യങ്ങൾ അടിയാൻ പറയേണ്ടതായി തീർന്നു. പോരാത്തത് പരിശുദ്ധാത്മ പൂരിപ്പിക്കണമേ. പ്രതികൂലത്തിന് നടുവിൽ, പ്രയാസ നടുവിൽ സഹായിക്കേണ്ടവരുടെയും പ്രാർത്ഥിക്കേണ്ടവരുടെയും പ്രോത്സാഹിപ്പിക്കേണ്ടവരുടെയും വാക്കുകളിലൂടെ വരെ അനുഭവിച്ച് മുറിവേറ്റ് ഇനി ഞാൻ എന്തിനാണ് ചെയ്യുന്നത് ചിന്തിച്ച് മാറി മനസ്സോർത്തിൻ്റെ ജീവിതത്തെ കാണുന്നല്ലോ. ഞാൻ വീണ്ടും ബലപ്പെടുത്തണമേ. ഏലിയാവിനെ ചൂരച്ചെടി ചൂട്ടിൽ നിന്ന് തട്ടി ഉണർത്തി ഭക്ഷ്യപനാഹാരം കൊടുത്ത് ഉള്ള ഗവനത്തിനായിട്ട് അവനെ ബലപ്പെടുത്തിയതുപോലെ ഇവർ കർത്താവ് വീണ്ടും ഉപയോഗിക്കുമ്പോഴാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു മുഖാന്തരം ദുർപ്രാപിക്കുന്ന അനേകർ കർത്താവ് വഴുത്താരയിലുണ്ടല്ലോ. യുവശക്തിയായി ഉപയോഗിക്കുമ്പോഴാണമേ. നാമത്തെ പിന്നെയും മഹത്വപ്പെടുത്തിയാട്ടെ. ഈ പഠിതാക്കളെയും കർത്താവെ കുറിച്ച് പഠിപ്പിക്കുന്നവരെല്ലാം കർത്താവ് അനുഗ്രഹിക്കുമ്പോഴാണെന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മുഖാന്തരങ്ങളും ദൈവം അനുഗ്രഹിക്കുമ്പോഴാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ കൊടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്, സന്ദേശങ്ങൾ പങ്കുവയ്ക്കുന്നവരുണ്ട്. അവരെല്ലാം കർത്താവ് അനുഗ്രഹിച്ചാട്ടെ കർത്താവെ. പിന്നെ ശക്തിയുടെ ഞങ്ങളുടെ വില ചെയ്യുവാൻ സുഖങ്ങളെ സഹായിക്കണം. പിതാമത്തെ മഹത്വപ്പെടുത്തണം. യേശുനാം തന്നെ ആമേൻ. ക്ഷമയോടെ ഈ സന്ദേശത്തിൽ വെച്ച് നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമ്പോഴാകട്ടെ. സന്ദേശങ്ങൾ പങ്കുവയ്ക്കുക, ശുശ്രൂഷയോർത്ത് പ്രാർത്ഥിക്കുക. ഏതെങ്കിലും നിലകളിൽ ഒരു ചെറിയ മടുപ്പൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ലൈറ്റ് പറഞ്ഞ് വീഴ്ചിച്ച് ശക്തിയോടെ കൂടി കർത്താവ് വരുമ്പോൾ നല്ലവനും വിശ്വസനും ദാസനും വിളിവെക്കുവാനായിട്ട് കർത്താവിനെ സഹായിക്കട്ടെ. എല്ലാ പ്രോത്സാഹനത്തിനും സഹായത്തിനും നന്ദി പറയുന്നു. താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു.